ബ്രിട്ടീഷുകാരോട് മാപ്പിരുന്ന വി.ഡി. സവർക്കറെ സ്വതന്ത്ര സമര സേനാനിയായി എന്ന് വീണ്ടും വിശേഷിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യ സമരത്തിലെ ത്യാഗവും പോരാട്ടവും വിലമതിക്കാനാകാത്തതെന്ന് മോദി പറയുന്നു. സവർക്കറുടെ ചരമവാർഷികത്തിലാണ് എക്സിലൂടെ നരേന്ദ്രമോദിയുടെ വിവാദ പ്രസ്താവന വന്നിരിക്കുന്നത്. ബ്രിട്ടീഷുകാരോട് മാപ്പിരന്ന് ജയിൽ മോചനം നേടിയ തീവ്ര ഹിന്ദുത്വവാദിയും ഗാന്ധി വധക്കേസിലെ പ്രതിയുമായിരുന്ന വി.ഡി. സവർക്കറെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യസമര പോരാളിയായി മഹത്വവൽക്കരിച്ചത്. സവർക്കറുടെ ചരമദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സ് പോസ്റ്റിൽ വി.ഡി. സവർക്കർ സ്വാതന്ത്ര്യസമര പോരാളിയാണെന്നും സവർക്കറുടെ ത്യാഗവും പോരാട്ടവും വിലമതിക്കാനാകാത്തതെന്നുമാണ് കുറിച്ചത്. 1913 നവംബർ 14 ബ്രിട്ടീഷ് ഭരണകൂടത്തിന് സമർപ്പിച്ച മാപ്പപേക്ഷയിൽ സവർക്കർ എഴുതിയത് ഇങ്ങനെ: തന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചാൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വിധേയനായി പ്രവർത്തിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും മുൻപന്തിയിലുണ്ടാകും. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഏതു നിലയിലും സേവിക്കാൻ തയ്യാറാണെന്നും സവർക്കർ മാപ്പപേക്ഷയിൽ വ്യക്തമാക്കി. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രാജ്യത്തിനു വേണ്ടി ഒരു പങ്കും വഹിക്കാത്ത ഹിന്ദു വർഗീയവാദിയെ പ്രധാനമന്ത്രി പുകഴ്ത്തുന്നതിനു പിന്നിലെ രാഷ്ട്രീയവും വ്യക്തമാണ്. 1923 ആൻഡമാനിലെ ജയിൽവാസക്കാലത്ത് സവർക്കർ എഴുതിയ ഹിന്ദുത്വം ആരാണ് ഹിന്ദു എന്ന ലഘുലേഖയിൽ കടുത്ത മുസ്ലിം വിരുദ്ധതയാണ് അടങ്ങിയിട്ടുള്ളത്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഇന്ത്യയെ പുണ്യഭൂമിയായി കാണുന്നവരല്ലെന്നും ഹിന്ദുത്വ സംസ്കാരം ഉൾക്കൊണ്ടാലേ ഒരാൾ ഇന്ത്യക്കാരനാകൂ എന്നുമായിരുന്നു ലഘുലേഖയിലെ സവർക്കറുടെ വാദം. രാഷ്ട്രീയത്തിൽ മതം കലർത്തി രാജ്യത്തെ വിഭജിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്ന സവർക്കറുടെയും കൂട്ടാളികളുടെയും ശ്രമത്തെ ഗാന്ധിജി നിരന്തരമായി എതിർത്തതോടെ മഹാത്മാഗാന്ധി RSSന്റെ ശത്രുവായി. സവർക്കറുടെ ശിഷ്യനായ നാഥൂറാം വിനായക് ഗോഡ്സെയ്ക്കും ആപ്തേക്കും ഗാന്ധിവധക്കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ തെളിവുകളുടെ അഭാവം മൂലം സവർക്കറിന് ആനുകൂല്യം ലഭിച്ചു. ഇതെല്ലാം മറച്ചുവെച്ച് മറ്റൊരു സവർക്കറെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം RSSും BJPയും തുടരുന്നതിനിടെയാണ് സവർക്കറെ സ്വാതന്ത്ര്യ സമര പോരാളിയാക്കിയുള്ള നരേന്ദ്രമോദിയുടെ പരാമർശം. കൈരളി ന്യൂസ്, ദില്ലി.